ഹലോ, വെൽക്കം ടു പ്രിയ റസ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പ്രിയ റസാഖ്. അപ്പൊ ഇന്ന് ഒരു ചെറിയൊരു സങ്കടം തീർക്കൽ വീഡിയോ ആണ്. ഞാൻ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നപ്പോൾ കുട്ടി ഭയങ്കര ടെൻഷൻ, എന്തൊക്കെയാ ആലോചിച്ച് കിടക്കുന്നത്. അപ്പൊ എന്താടിന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഒന്നുമില്ല. അപ്പൊ കുത്തി ചോദിച്ചപ്പോൾ മുപ്പത്തിരി പറഞ്ഞേ അച്ഛനെ കുറിച്ച് ആലോചിച്ചതാണ്. അപ്പൊ അങ്ങനെ പറച്ചിലിഞ്ഞ ഇന്നെന്താണോ അങ്ങനെ പറഞ്ഞോളൂ. എന്തെന്ന് പറയാൻ കാരണം ഒന്നുമില്ല, അങ്ങനെ ആലോചിച്ചപ്പോ പറഞ്ഞു. അപ്പൊ ഞാൻ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ കുറെ ആളുകൾ, നമ്മുടെ ഫാമിലി കുറെ ആളുകൾ കേട്ട് ഒരു എല്ലാവരോടും പറഞ്ഞൊരു ഫീൽ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിപ്പൊക്കി കൊടുന്നാണ് ഞാൻ. അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും വിഷമം അങ്ങനെയൊന്നും പറയാനില്ല. ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് ആരോടെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാല് അത് നമുക്ക് ഇഷ്ടംപോലെ ഒരു സന്തോഷമാണല്ലോ അല്ലേ. അപ്പൊ ഈ ഓർമ്മകൾ അറിയാം. പിന്നെ നമുക്ക് എപ്പോഴും വരാറുള്ളൊരു കമന്റ് ആണ്, പ്രിയ വീട്ടിൽ പോവാറില്ലേ എന്ന് ചോദിച്ചിട്ട്. പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ പോവാറില്ലേ എന്നുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ വീട്. ഇപ്പൊ കാക്കു ഞാനും ഈ വീട് ബിൽഡ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 1.5 വർഷമായിട്ടേ ഉള്ളൂ. ഇപ്പോഴും പണികളൊക്കെ കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞതും കാണിച്ചതൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ വീട്ടുകാരൊക്കെ ഇങ്ങനെ കാണാനായിട്ടായിരിക്കും നമ്മള് വ്ളോഗ് എടുക്കുന്ന സമയത്ത്. ഇപ്പൊ കാക്കുവിന്റെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസ് കണ്ടു. അപ്പൊ പ്രിയയുടെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇതന്നെയാണ് കേട്ടോ നമ്മുടെ വീട്. നമുക്ക് നമ്മുടെ സ്വന്തം വീടാണിത്. അമ്മ വീഡിയോയിൽ താല്പര്യമില്ല. അല്ല, അമ്മ വീഡിയോയില് എന്താ പറയാ, അമ്മ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളുടെ ഒരു സ്ഥിരം പ്രേക്ഷകർക്ക് ഒക്കെയാണ് അറിയുന്നത്. പെട്ടെന്ന് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോ എന്റെ ആരും കാണാത്തോണ്ട് കാക്കുവിന്റെ ഫോൺ അടിക്കും. അപ്പൊ എന്റെ വീട്ടുകാരൊന്നും വീഡിയോയിൽ അങ്ങനെ കാണാത്തോണ്ട് ചിലപ്പോ പെട്ടെന്ന് കാണുന്ന ആൾക്കാർക്ക് ഞാൻ വീട്ടിൽ പോരില്ല, എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി, അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ കമന്റ് വരില്ലല്ലേ. ചിലതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ എപ്പോഴും ഇങ്ങനെ കാണുമ്പോ റിപ്ലൈ കൊടുക്കാൻ നമുക്ക് തന്നെ ഒരു അരോചകം തോന്നും. അപ്പൊ അതുകൊണ്ട് റിപ്ലൈ കൊടുക്കാറില്ല. അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് ഇവളൊരു മോളാണ്, അപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പൊ. അതെ, അതുകൊണ്ടാണ് അതാണ് ഞങ്ങളുടെ വീട്. അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ മാത്രമൊന്നും ഇല്ല. അത് പിന്നെ നമ്മുടെ നാട്, ഞാൻ ജനിച്ചു വളർന്നതൊക്കെ എന്ന് പറയുന്നത് കോട്ടയ്ക്കൽ എന്ന് പറയുന്ന മലപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ്. അറിയുണ്ടാവും കോട്ടയ്ക്കൽ എന്നുള്ളൊരു സ്ഥലം. അതെ, ആര്യവൈദ്യശാലയുടെയും ഒക്കെ ഉള്ള ഒരു മണ്ണാണ്. അവിടെയാണ് എന്റെ തറവാടും. ഞാൻ അമ്മ സൈഡിലാണ് വളർന്നതൊക്കെ കേട്ടോ. അപ്പൊ അവിടെയാണ് എന്റെ ആൾക്കാര്. പിന്നെ നമ്മൾ അവിടേക്ക് അങ്ങനെ അധികം പോവാറില്ല. മീൻസ് അത്രയും ലോങ് വഴിക്കൊക്കെ പോകുമ്പോ നമ്മള് പോകും, അത്രേ ഉള്ളൂ. അപ്പൊ കം ടു ദ പോയിന്റ്. അച്ഛനെ പറ്റി പറയാം. അച്ഛനെ പറ്റി ഓർക്കാനെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ കുറെ ഓർമ്മകളൊന്നുമില്ല കേട്ടോ. കുറെ എന്താ പറയാ, വിഷമം പിടിച്ച ഓർമ്മകളോ അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ സന്തോഷമായിട്ടുള്ള ഓർമ്മകൾ, അങ്ങനത്തെ പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും ഇല്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. എന്നാലും അവിടെ ഇവിടെ എന്തൊക്കെയൊക്കെയോ ഓർമ്മകള്, അതൊക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്ക് ഓർമ്മ, നമ്മൾ പറയുന്നത് ഓർമ്മ മുളച്ച കാലം, അങ്ങനെ പറയൂലേ. ഓർമ്മ മുളച്ച കാലത്ത് എന്ന് പറയുമ്പോൾ അത് ഞങ്ങള് കുറ്റിപ്പാല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പൊ മലപ്പുറത്ത് തന്നെ കുറ്റിപ്പാലം, നമ്മുടെ തിരൂര് ആ ഭാഗത്തുള്ള അച്ഛന് എന്താ ജോലി അച്ഛൻ പോലീസിലായിരുന്നു. തിരൂര് സ്റ്റേഷനില് പോലീസായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളവിടെ എനിക്കറിയില്ല, സൗകര്യത്തിന് വേണ്ടിട്ട് എന്തോ കുറ്റിപ്പാലയാണ് നമ്മള്, കുറ്റിപ്പാലയിലായിരുന്നു. തിരൂര് കുറ്റിപ്പാലയിലാണ് ഞങ്ങള് ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അതാണ് എന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓർമ്മ ഉള്ളൊരു വീട് എന്നൊക്കെ പറയില്ലേ, അവിടുന്നാണ് എന്റെ ഓർമ്മകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ നിന്നാണ്. അപ്പൊ അവിടെ ആ ഒരു സ്ഥലത്തിന് അച്ഛനെ പറ്റി ഓർക്കുമ്പോ ഞാൻ നേരെ കുറ്റിപ്പാലയ്ക്കാ പോവുക. ആ ഓർമ്മകളൊക്കെ മൊത്തം അവിടെയാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ എന്താ പറയാ, എനിക്ക് പ്രത്യേകിച്ച് എന്താ, അച്ഛനെ അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളൊരു ചെറിയൊരു കൊള്ളി പോലെ കൊണ്ട് അടിക്കുക എന്ന് പറയില്ല, അങ്ങനെ അടിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു അച്ഛന്. പിന്നെ എന്താ, എനിക്ക് എപ്പോഴും ചോക്ലേറ്റ് ഒക്കെ കൊണ്ടു തരും കേട്ടോ. അത് അന്നത്തെ കാലത്ത് എനിക്ക് ഓർമ്മയുള്ള ഒരു കാലം, ഒരു 4 വയസ്സ് ആ ഒരു സമയം തൊട്ടിട്ട് തന്നെ ഞാനിങ്ങനെ ഈ മിൽക്കി ബാർ, ഡയറി മിൽക്ക് അങ്ങനത്തെ ഒക്കെ മിഠായികളൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പൊ അല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഞാനിപ്പോ ചില അച്ഛന്മാരങ്ങനെയല്ലേ, അമ്മമാര് എന്തും പറയാ, എന്ത് സംസാരിക്കാം. പക്ഷെ കാക്കുടി കിട്ടും. അപ്പൊ
പിന്നെ അതുപോലെ ചെറുപ്പത്തില് നമുക്ക് വില കൂടിയ ചെരുപ്പ്, വില കൂടിയ ഡ്രസ്സ്, റിച്ച് ആയിട്ട് കൊണ്ടുനടന്നിക്കണ് ഞാൻ ഇങ്ങനെ അതൊക്കെ റിച്ച് എന്നൊന്നും പറയണില്ല അല്ല കേട്ടോ. അല്ല എന്റെ കാര്യം പറയാ ആ, ഭയങ്കര അല്ലേ, ആ, ഇപ്പൊക്കെ ഭയങ്കര കാര്യമാണ് അവൾക്കറിയാം. അതെ. ഭയങ്കര അത് ഇപ്പോഴും എല്ലാരും അങ്ങനെ ഇഷ്ടമല്ല, തന്നെയാണല്ലോ, എപ്പോഴും അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ആ ഒരു സ്നേഹം എപ്പോഴും അതെ, നിലനിൽക്കുന്നത്. ആ ഒരു അന്ന് നമ്മളെ നോക്കിയ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് ഇപ്പോഴും അതെ അടിപൊളിയായിട്ട് മനസ്സിൽ ഉണ്ട്. അത് എപ്പോഴും ഓർക്കും ചെയ്യും അല്ലേ. അതെ. ആ, ഇടക്ക് ഞങ്ങൾ സംസാരിക്കുന്നതിനെ പറ്റി അതെ. പറയും. അപ്പൊ എന്താ പറയാ, ഞാൻ അങ്ങനത്തെ മിഠായികളൊക്കെയാണ് ആ ഒരു സമയത്തൊക്കെ കഴിച്ചിരുന്നത് കേട്ടോ. നമുക്ക് ഈ നൊസ്റ്റാൾജിക് മിഠായി, നമ്മൾ ഈ പുളിയച്ചാറ്, മറ്റേ അങ്ങനത്തെ സാധനം, അതൊന്നും അന്നൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ അച്ഛൻ സ്നേഹം കൊണ്ട് എനിക്കറിയില്ല, അങ്ങനെ അതാണ് എന്റെ ഓർമ്മയിൽ അച്ഛനെ പറ്റി. അച്ഛനെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനെ കുറെ ചോക്ലേറ്റ്, വെറൈറ്റി ഇങ്ങനത്തെ നല്ല നല്ല ചോക്ലേറ്റ്സ് അതൊക്കെ കൊണ്ടുതരും. എനിക്ക് തോന്നുന്നു തിരൂര് മാർക്കറ്റ് ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു. അങ്ങനത്തെ നല്ല നല്ല റിച്ച് മിഠായികളാണ് എപ്പോഴും അച്ഛൻ മേടിച്ചുകൊണ്ട് തരിക. പിന്നെ എന്താ പറയാ, അച്ഛൻ മരിച്ച് ഞങ്ങള് അമ്മയുടെ വീട്ടിലേക്ക് മാറിയ സമയം അന്നൊക്കെ തൊട്ടിട്ടാണ് പിന്നെ ഈ നൊസ്റ്റാൾജിക് മിഠായികൾ ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ കടല മിഠായി, പുളിച്ചാറ്, അങ്ങനത്തെയൊക്കെ പിന്നെ അന്ന് തൊട്ടിട്ടൊക്കെയാണ് പിന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ മറന്നു കേട്ടോ, മറ്റേ ഡയറി മിൽക്കിന്, മിൽക്കി ബാറിനൊക്കെ പിന്നെ കാലങ്ങളോളം മറന്നുപോയി. പിന്നെ അച്ഛനെ പറ്റിയുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് എന്താ പറയാ, തിരൂര് പോലീസ് സ്റ്റേഷനിലെ ഓർമ്മകളാണ് കേട്ടോ. അത് എനിക്ക് അച്ഛനായിട്ട് ഇങ്ങനെ പേഴ്സണലി വീട്ടിൽ നിന്നുള്ള ഓർമ്മകളെക്കാട്ടിലും ഇങ്ങനെ പുറത്തുനിന്നുള്ള ഓർമ്മകൾ. എനിക്ക് തോന്നുന്നു കുട്ടിയല്ലേ ഞാനൊരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അതായത് എന്റെ 4ാം വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ 5ാം വയസ്സിൽ 5-5.5 വയസ്സിൽ എന്റെ അച്ഛൻ മരിച്ചു, വലിയ. അപ്പോൾ എന്താ പറയാ, അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ വലിയ ഓർമ്മകളൊന്നും ഇല്ലാത്തതില്ലേ. ഒരു ഓർമ്മ തുടങ്ങണ കാലം തന്നെ അച്ഛൻ വിട്ടുപോയല്ലോ. അപ്പൊ പിന്നെ കുറച്ച് ഇങ്ങനെ ഓർമ്മകൾ, അച്ഛൻ പുറത്തു കൊണ്ടുപോയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അച്ഛൻ നല്ലട്ടോ വിളിച്ചിരുന്നത്, ഞാൻ ഡാഡിന്നാ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഡാഡിയുടെ കൂടെ തിരൂര് സ്റ്റേഷനിൽ, പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അപ്പൊ അവിടുത്തെ ഓർമ്മകളൊക്കെയാണ് പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഉള്ളത്. അവിടുത്തെ പോലീസുകാരൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര രസമായിരുന്നു. ഒരു പോലീസ് സ്റ്റേഷൻ, നമുക്കറിയില്ലല്ലോ പോലീസ് സ്റ്റേഷനെ പറ്റിയിട്ടൊന്നും അന്ന്. കുട്ടി വന്ന് അതെ. ഞാൻ മാത്രമായിരുന്നു അവിടെ വരുന്ന ഒരു കുട്ടി എന്ന് തോന്നുന്നു, കാരണം ഞാൻ വരുമ്പോ വേറെ കുട്ടികളൊന്നും അവിടെ ഉണ്ടാവാറില്ല. അപ്പോ എന്താ പറയാ, എന്നെ ഇഷ്ടമായതുകൊണ്ട് തന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ എന്നെ അവിടെ ആക്കിയിട്ട് ഡാഡി എന്തെങ്കിലും ഡ്യൂട്ടിക്കൊക്കെ പോണ സമയത്ത് അവിടെയുള്ള പോലീസുകാർ എനിക്ക് മിഠായികളൊക്കെ വാങ്ങി തരും. എന്നിട്ട് അവിടെ സെല്ല് ഇല്ല, നമ്മുടെ ജയിലുണ്ടാവല്ലോ, അപ്പം അതിലെനിക്ക് ആരെയൊന്നും ഓർമ്മയില്ല. പക്ഷെ ഒരാളുടെ ഞാനിങ്ങനെ ആലോചിച്ച സമയത്ത് ഒരു ആളായിട്ട് ഇങ്ങനെ സംസാരിച്ചത്, ചന്ദ്രൻ പോലീസിന്റെ മോളാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പോലീസ് മാമൻ. ആ പോലീസ് മാമന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഒരു മുസ്ലിം പേരായിരുന്നു, പക്ഷെ ഞാനൊരു പെർട്ടിക്കുലർ പേരായിരുന്നു ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നത്. മീൻസ് കുട്ടിയല്ലേ, അപ്പൊ അവരിതിനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കണത്. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിലിങ്ങനെ ഒരു എന്താ പറയാ, നെഗറ്റീവ് മീൻസ് നമ്മള് ഫിലിമില്ലേ, ഫോട്ടോ ഫിലിമില്ലേ, അതിൽ കാണുന്ന മാതിരി ഒരു ഓർമ്മകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ തിരൂര് സ്റ്റേഷനിൽ നിറച്ചും പൂക്കളായിരുന്നു. റോസാപ്പൂവ്, പിന്നെ മുല്ലപ്പൂവ്, അങ്ങനെയുള്ള കുറെ പൂക്കളുണ്ടായിരുന്നു, ചെടികളുണ്ടായിരുന്നു കേട്ടോ. പോലീസുകാര് ഉണ്ടാക്കുന്നതായിരിക്കും. എന്നിട്ട് അതൊക്കെ എനിക്ക് പറിച്ചു തരും. ഡാഡി വരുന്ന സമയത്ത്, ഇപ്പൊ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ റോസാപ്പൂ കൊണ്ടുതരും കേട്ടോ എനിക്കും അമ്മയ്ക്കും. അത് അങ്ങനത്തെ റോസാപ്പൂ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല, കാരണം അത്രയും എന്താ പറയാ, ഒരു ഭയങ്കര സ്മെല്ലുള്ള നല്ല റോസ് കളർ റോസാപ്പൂ, കുറച്ച് വലിയ. അതെന്താ, സത്യം അങ്ങനത്തെ റോസാപ്പൂ പിന്നെ ഞാൻ കണ്ടില്ല. അതൊരു പ്രത്യേക ടൈപ്പ് റോസാപ്പൂ ആയിരുന്നു. എനിക്കറിയില്ല എന്താ വളമ കൂടിയതുകൊണ്ടാണോ എന്താന്ന് അറിയില്ല. നമ്മൾ നട്ടുണ്ടാക്കുമ്പോഴൊന്നും അങ്ങനത്തെ ടൈപ്പ് റോസാപ്പൂക്കൾ പിന്നെ ഉണ്ടായില്ല. ഇല്ല, മേടിക്കുന്നതിന് സ്മെല്ല് ഉണ്ടാവില്ലല്ലോ. ഭംഗി ഉണ്ടാവും, പക്ഷെ സ്മെല്ല് ഉണ്ടാവില്ല. ഇത് ഭംഗിയും സ്മെല്ലും ഒക്കെ ഉള്ള ഓർമ്മകൾ. അതെ. പിന്നെ അവിടെ അതേപോലെ മുല്ലപ്പൂക്കൾ ഉണ്ടാവും. അപ്പൊ മുല്ലപ്പൂ കൊണ്ടുതരും. എന്നിട്ട് ഞാനതൊക്കെ വെച്ചിട്ട് സ്കൂളിൽ പോയിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ അതൊക്കെ എന്താ പറയാ, ഡാഡി ഇങ്ങനെ കൊണ്ടുതരുന്നതും അങ്ങനത്തെ ഒക്കെ ഓർമ്മകൾ. പിന്നെ ഒരിക്കൽ ഡാഡിയുടെ കൂടെ പോകുമ്പോൾ ബൈക്കിൽ പോയി, ഒറ്റ പ്രാവശ്യമാണ് ബൈക്കിൽ പോയിട്ടുള്ളത്. ആ പോകുമ്പോൾ തന്നെ ബൈക്കിൽ നിന്ന് വീണ്, എന്തോ ആക്സിഡന്റ് ആയതല്ല, ബൈക്ക് എവിടെയോ മറിഞ്ഞു വീണതാണ്. അങ്ങനെ ഒരു ചെറിയൊരു മിന്നൽ ഓർമ്മ ഉണ്ട്. പക്ഷെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു എന്താ പറയാ, ഒരു പറമ്പിലേക്ക് വീണു. ഡാഡിയുടെ കാലിലെന്തോ ചെറുതായിട്ട് എന്തോ എന്തോ പറ്റി തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാഡിയായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു ഓർമ്മയാണ് കേട്ടോ. വയ്യാത്ത സമയത്ത് ഡാഡി മരിച്ചത് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചിട്ടാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയാ, 2-3 പ്രാവശ്യം അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതോ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവിടേക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്
പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തിരുവനന്തപുരത്ത്. അപ്പോൾ എനിക്ക് അറിയില്ലല്ലോ, ഇപ്പൊ നമ്മൾ ആരെങ്കിലും കാണാൻ വരുന്ന സമയത്ത് അവരെന്തേലൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വേണ്ട എന്ന് പറയണമെന്നൊന്നും എനിക്കറിയില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ. അപ്പൊ ഒരു പോലീസ് മാമൻ വന്നിട്ട് നോക്ക് എന്തേലും വേണോ അങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ കാരണം അന്ന് ഡാഡി കുറേ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പൊ അവര് എന്താ പറയാ അങ്ങനെ ചോദിക്കുമല്ലോ അല്ലെ, സാധാരണ അങ്ങനെ ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ എനിക്കപ്പോൾ വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെരുപ്പ് വാങ്ങിത്തരാൻ പറ്റാത്തതുകൊണ്ട് ഒന്നുമല്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ട് ഞാൻ ആ പൊട്ടി ചെരുപ്പ് ഇട്ടിട്ടാണ് വന്നത്. പിന്നെ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ വിധം ചെരുപ്പുകളൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഒരു ചെരുപ്പ് ഉള്ളത് വെച്ചിട്ട് നമ്മൾ പോവാണല്ലോ ചെയ്യുന്നത്, അത് പൊട്ടുമ്പോൾ നെക്സ്റ്റ് വാങ്ങുക എന്നുള്ളതാണല്ലോ. അത് പൈസനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ, മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്കുള്ള ചെരുപ്പ് എന്തായാലും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ വാങ്ങാം എന്നൊക്കെ വിചാരിച്ച് നിന്ന്, പക്ഷെ അപ്പോഴേക്കും ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി അങ്ങനെ. അപ്പോൾ എന്നിട്ട് ഈ പോലീസ് മാമ ചോദിച്ച സമയത്ത് ഞാൻ ചെരുപ്പ് വേണമെന്നാണ് പറഞ്ഞത്. ചെരുപ്പ് വേണമെന്ന്, അതിന് വേറെ മിഠായി വേണം എന്തെങ്കിലുമൊക്കെ പറയില്ലേ, ചെരുപ്പ്. അതെനിക്ക് കറക്റ്റായിട്ട് നന്നായിട്ട് ഓർമ്മയുണ്ട് കേട്ടോ. എന്നിട്ട് അവർ വാങ്ങി തന്ന ചെരുപ്പടക്കം എനിക്ക് ഓർമ്മയുണ്ട്. ചെരുപ്പടക്കം എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ എന്താ പറയാ, ചെരുപ്പ് കിട്ടി അല്ല ചെരുപ്പ് വാങ്ങാൻ വേണ്ടി ഞാൻ പോയി. ചെരുപ്പ് മാത്രമല്ല, എന്നിട്ട് പിന്നെ അവിടുന്ന് ചെരുപ്പിന്റെ കൂട്ടത്തിൽ കുറെ ഫാൻസി ക്യൂടെക്സ് നൈൽ പോളിഷില് അതും മാലയും വളയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നത്. നമുക്കറിയില്ലല്ലോ, കുട്ടികൾക്ക് അറിയില്ലല്ലോ, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെയൊന്നും അറിയില്ലല്ലോ, നിഷ്കളങ്കതയല്ലേ. അപ്പൊ അതങ്ങനെ ഒരു ഓർമ്മ ഉണ്ട്. പിന്നെന്താ പിന്നത്തെ ഓർമ്മ എന്ന് പറയുന്നത്, പിന്നെ ഞങ്ങൾ അവിടുന്ന് വീട് മാറി കോട്ടയ്ക്കലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കോട്ടയ്ക്കൽ അവിടെ വെച്ചിട്ട് ഡാഡിനായിട്ടുള്ള പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും എനിക്കില്ല. അവിടെ പിന്നെ 2 മാസമേ താമസിച്ചിട്ടുള്ളൂ തോന്നുന്നു. അപ്പോഴേക്കും പിന്നെ ഈ അസുഖം തന്നെ വന്ന് കുറച്ചും കൂടെ മഞ്ഞപ്പിത്തം വന്നത് ഒന്നും കൂടെ കരളിനെ ബാധിച്ച് പിന്നെ ഹോസ്പിറ്റലായിട്ട് അങ്ങനെ മരിച്ചു. ഒരു രാത്രിയാണ്, രാത്രിനെ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ 2ാം ക്ലാസ്സിൽ കഴിഞ്ഞ് 3ലേക്ക് എത്താനുള്ള വെക്കേഷനിലാ തോന്നുന്നു. ആ ഒരു വെക്കേഷൻ ടൈം ഉണ്ടല്ലോ 2 മാസത്തെ, ആ ഒരു സമയത്താ തോന്നുന്നു. അപ്പൊ അങ്ങനെ എന്താ പറയാ ഹോസ്പിറ്റലിലായി. പക്ഷെ മരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന മരണം എൻ്റെ അച്ഛൻ്റെയാണ്. അതുവരെ ഒരാള് മരിച്ചു എന്നോ അല്ലെങ്കിൽ ഒരു മരണം എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഒരാൾ മരിച്ചു എന്നുള്ള വാർത്ത പോലും, ഒരു അയൽവാസി മരിച്ചു എന്നുള്ള വാർത്ത പോലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് അറിയില്ല എന്താണ് ഈ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ മരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഷോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്രയും ചെറിയ കുട്ടി ആയതുകൊണ്ടാണ് തോന്നുന്നത്, എനിക്ക് പറയുമ്പോൾ പോലും ഒരു ഫീലിങ്സ് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ എന്നാലും അല്ലേ നമുക്ക് അതെ അങ്ങോട്ട് ഇനിയിപ്പോ ഉള്ള കളക്ഷൻസ് ആണെങ്കിലും അത് ഓർമ്മയില് ഇല്ലല്ലോ. അപ്പൊ എന്താ ഓർമ്മ മുളച്ചു തുടങ്ങുമ്പോഴേക്കും പിന്നെ അപ്പൊ മരിച്ച് ലാസ്റ്റ് നമ്മൾ ഈ കൊണ്ടുപോണ ഒരു സമയം ഉണ്ടല്ലോ, നമ്മള് ഇത് ഡെഡ് ബോഡിയാണ് അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോണ ഒരു സമയം ഉണ്ടല്ലോ. അപ്പൊ എല്ലാരും കൂടെ ഇങ്ങനെ കരയുമ്പോ അപ്പോഴാണ് എന്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ കത്തിയത്, ഓക്കെ ഇനിയിപ്പൊ എന്റെ ഡാഡി എന്ന് പറയുന്ന ഒരാള് ഈ ഭൂമിയിൽ ഇല്ലല്ലേ. അതുവരെ എന്താ എനിക്ക് ഞാൻ വിചാരിക്കാണ് ഇപ്പൊ അവിടെ കിടക്കുന്ന ആള് കുറച്ച് ഞാൻ ഇങ്ങോട്ട് നീറ്റ് വരുന്നോ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും കരച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴാണ് ഓക്കെ അപ്പൊ ഞാൻ ഒന്ന് കരഞ്ഞ്, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ഒരു ചേച്ചിനെ കെട്ടുപിടിച്ചിട്ട് എൻ്റെ വലിയമ്മയുടെ മകളായിരുന്നു, അവരെ കെട്ടുപിടിച്ചിട്ട് ഞാൻ കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ചെറിയ കുട്ടിയാണ് അവർ കരഞ്ഞത്. അതിനുശേഷം പിന്നെ ഞാൻ ഓക്കെ ആയി, മീൻസ് അങ്ങനെ എന്താ എനിക്കറിയില്ല, ആ ഒരു പ്രായം അതല്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഓക്കെ ആയി. പിന്നെ പറഞ്ഞാൽ കുറെ കാലം അച്ഛൻ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് കുറെ കാലം നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇങ്ങനെ എന്താ പറയുക, നേരത്തെ പറഞ്ഞില്ലേ റിച്ച് ചോക്ലേറ്റ് ഒക്കെ തിന്ന് വളർന്ന ആളായിരുന്നു. ഡയറി മിൽക്ക്, അന്നത്തെ കാലത്ത് ഡയറി മിൽക്ക് ബാർ എന്നൊക്കെ പറയുന്നത് റിച്ച് ചോക്ലേറ്റ് തന്നെയാണല്ലോ. പിന്നെ അപ്പൊ എന്താ അങ്ങനെ പിന്നെയാണ് ഞാനിവിടെ നമ്മുടെ നാട്ടിലെത്തിയതിന് ശേഷം പിന്നെ നമുക്കതൊന്നും വാങ്ങിത്തരാൻ ആരുമില്ല. പിന്നെ ഉള്ള പൈസ വെച്ചിട്ട് നമ്മള് എന്താ പറയാ അങ്ങനെ ജീവിച്ച് പോവുക. അപ്പോഴാണ് പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ സ്കൂളിൽ പോകണ വഴിക്കൊക്കെ കാണുന്ന നമ്മുടെ നൊസ്റ്റാൾജിക് മിഠായികൾ അതൊക്കെ വാങ്ങി തിന്നാനൊക്കെ തുടങ്ങി. പിന്നെ അച്ഛൻ്റെ ഇതിൽ വേറൊരു ഓർമ്മ ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല അത്. പക്ഷെ ഞാൻ അച്ഛൻ്റെ ബന്ധു വീട്ടിൽ പിന്നൊക്കെ പോയ സമയത്ത്, ഇപ്പൊ വലുതായതിനു ശേഷം പിന്നീട് പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അച്ഛൻ സിഗരറ്റ് വലിക്കുന്നു കേട്ടോ. പോലീസുകാരനല്ലേ, അപ്പൊ സിഗരറ്റ് വലിക്കുന്നു. അങ്ങനെയല്ല, പോലീസ് ആവണമെന്നില്ലല്ലോ, സിഗരറ്റ് വലിക്കുക എല്ലാവരും വലിക്കില്ല, നിങ്ങൾ വലിക്കില്ല വെച്ചിട്ട്. അപ്പൊ ഇത് സിഗരറ്റ് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്
ഞാൻ അച്ഛൻ്റെ സിഗരറ്റിൻ്റെ ഇതിനടുത്ത് മണൽ വാരിയിട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു. ആ ബന്ധു വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ ആൾക്കാർ അത് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഭയങ്കര കുറുമ്പിയായിരുന്നു പണ്ട്, ഇവിടെ അങ്ങനെ അച്ഛൻ്റെ സിഗരറ്റും പെട്ടിയിൽ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്നെ കൊണ്ട് ആരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിച്ചതാവും, ചിലപ്പോൾ ആ ബന്ധു വീട്ടിൽ ചെയ്യിപ്പിച്ചതാവും, അല്ലെങ്കിൽ അമ്മ ചെയ്യിപ്പിച്ചതാവും, എനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്താ പറയുക, ഞാൻ സ്വമേധ അല്ലേ, സ്വമേധ ചെയ്തതാവൂല, അതാരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിച്ചതാവും. അപ്പൊ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒന്ന് കാണാതായി, ചെറിയ കുട്ടിയാകുമ്പോൾ കാണാതായിട്ട് പിന്നെ എന്നെ തെരഞ്ഞു കൊണ്ടുവരുന്ന ആ ഒരു സീനും കൂടെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് എന്നും വീട്ടില് മിക്സർ, വൈകുന്നേരത്തെ ചായക്ക് മിക്സറും പഴമായിരുന്നു അതിൻ്റെ ഒരു ഫേവറേറ്റ് വൈകുന്നേരത്തെ ചായ പലഹാരമായിരുന്നു. അപ്പോൾ ഒരു ദിവസം മിക്സർ ഇല്ല, അപ്പോൾ അത് വാങ്ങിക്കണം. അപ്പോൾ ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി. എന്നെ പറഞ്ഞയച്ചതൊന്നുമല്ല, ഞാൻ പോയി. അല്ലല്ല, അവിടെ കുറ്റിപ്പാലന്ന്, അവിടെ ക്വാർട്ടേഴ്സിന്റെ ഒരു എന്താ പറയുക, ഒരു 10 അടി നടന്നാൽ ഒരു കട ഉണ്ട് കേട്ടോ. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മിക്സർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കടയിൽ ഇറങ്ങിപ്പോയി. പക്ഷെ ആ കടയിൽ അവിടെ പോയിരുന്നപ്പോൾ നമ്മളെപ്പോഴും കടയിൽ വരുന്ന കുട്ടിയാണെന്ന് ആ കടക്കാരനെ അറിയാവുന്നതുകൊണ്ട് ആ കടക്കാരൻ എന്നെ അവിടെ പിരിച്ചിരുത്തി. എന്നിട്ട് പിന്നെ എന്നെ കുറേ അച്ഛനമ്മ കുറേ തെരഞ്ഞുണ്ട്, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു, കുറേ തെരഞ്ഞു നോക്കി. എന്നിട്ട് പിന്നെ എന്നെ അവിടുന്ന് കടയിൽ റോഡ് സൈഡിലേക്ക് ഡാഡി വന്ന് നോക്കിയപ്പോൾ ഞാൻ ആ കടയിൽ ഇരിക്കലുണ്ട്, മീൻസ് റോഡിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ കടയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്നെ പിടിച്ച് കൊണ്ടുവരുന്ന ഒരു സീനും എനിക്ക് ഓർമ്മയുണ്ട്. അടിയൊന്നും കിട്ടിയില്ല, അവിടുന്ന് പിടിച്ച് മിച്ചറും പാക്കറ്റും, ഞാൻ മിച്ചറും പാക്കറ്റും പിടിച്ച്, ഇല്ല ഡാഡി അടിച്ചിട്ടില്ല. ആ അമ്മയും പറയുന്നു ഡാഡി അടിച്ചില്ല എന്ന് പറയായിരുന്നു. അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ നല്ല കിട്ടിയിരുന്നു. പിന്നെ അല്ല അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ, എന്താ പറയാ, അടി കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പം അച്ഛനില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അച്ഛനോ അല്ലെങ്കിൽ ഒരു എന്താ ഏട്ടനോ, നമ്മുടെ വീട്ടിലൊരു ആണില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ പലപ്പോഴും അനുഭവിച്ചത്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ TV-യിലൊക്കെ ഒന്ന് വരിക എന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് കുറേ ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മീൻസ് ഞാൻ വലിയ കുട്ടിയായതിനു ശേഷം. അപ്പോൾ നമ്മളെ കൂടെ വരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കുറേ നല്ല നല്ല സംഭവങ്ങളൊക്കെ ഇതായി. മീൻസ് 2 പെണ്ണുങ്ങൾക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നൊരു ഫീൽഡ് ധൈര്യത്തിൻ്റെ ഒരു, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല, അത്ര ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഫീൽഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ, അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, എനിക്കൊരു അച്ഛനോ ഏട്ടനോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സ്നേഹം അല്ല ഒരു കരുതൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ മാത്രം കേട്ടോ, അല്ലാണ്ട് വേറെ അച്ഛനില്ലാത്തതുകൊണ്ട്, മീൻസ് അമ്മ അങ്ങനെ കുറേ സ്നേഹിച്ച് വളർത്തിയത് കൊണ്ട് തന്നെ അങ്ങനെ അച്ഛൻ്റെ ഒരു മിസ്സിങ് ഞാൻ വല്ലാണ്ട് അറിഞ്ഞിട്ടില്ല എപ്പോഴാണെങ്കിലും. അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ പോലും, ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും അമ്മയ്ക്ക് ഇല്ലെങ്കിൽ പോലും അതും കൂടെ ചേർത്ത് എനിക്കാണ് തരാറുള്ളത്. ഫുഡാണെങ്കിലും ഒക്കെ എവിടുന്നേലും എന്തെങ്കിലും ഒരു പൊതി കിട്ടി കഴിഞ്ഞാൽ അത് അമ്മ അവിടുന്ന് കഴിക്കാണ്ട് എനിക്ക് കൊണ്ടു തരും. അപ്പം അങ്ങനെ കൂടുതലും നല്ല ഉള്ളത് കൊണ്ട് കെയർ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി. അതെ, കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ കേൾക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും അത്ര കുഞ്ഞിന്റെ മനസ്സിലുള്ള ചില ഓർമ്മകൾ. അതെ, കാക്കൂനൊന്നും ഇന്ന് പറയാണ്ടായിരുന്നില്ലല്ലോ, ഇന്ന് ഫുള്ളിന്റെ കാര്യങ്ങളായിരുന്നു. തീരട്ടെ, പഴയ ഓർമ്മകൾ പറഞ്ഞപ്പോ അതെ ഒരു സന്തോഷം വന്നില്ലേ? സന്തോഷം, അതാണ് എന്റെ സന്തോഷം. അതെ, അപ്പൊ അങ്ങനെ അതെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഇവളുടെ വിശേഷം. ഇപ്പോൾ ഓക്കെ തോന്നുന്നു സംസാരം കേട്ടിട്ട്. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ അച്ഛൻ മരണപ്പെട്ട വാർത്തയൊക്കെ പറയുമ്പോൾ എന്താ ഫീൽ ആയാതിരിക്കുന്നത്, അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നില്ല, ആരും തോന്നുന്നു. അത് 4 വയസ്സ് 5 വയസ്സിലെ സമയത്തൊക്കെ അച്ഛനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആർക്കും വലിയ കാര്യമായിട്ടൊന്നും ഓർമ്മകളില്ലല്ലോ. പടക്കിപ്പോ ചെറിയ കുറച്ച് ഇൻസിഡന്റ് ഓർമ്മയുള്ളൂ. ഒരു ഇത്ര കൊല്ലം ചെയ്തിട്ട് അത്ര ഓർമ്മ ഉണ്ടാവുള്ളൂ, 2-3 ഓർമ്മ ഉണ്ടാവുള്ളൂ, അത് അത്ര നിൽക്കുള്ളൂ. ബാക്കിയൊന്നും ഒരു 10 വയസ്സ്, ഒരു 8 വയസ്സ് 10 വയസ്സ് അതൊക്കെ ആകുമ്പോഴാണ് കറക്റ്റ് ഇതുണ്ടാവുക. പിന്നെ അതുപോലെ അവസാനമായിട്ട് അച്ഛൻ വാങ്ങി തന്നിട്ടുള്ളൊരു ഡ്രസ്സിന്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് കളയാൻ പാടില്ലായിരുന്നു. ഞാനത് മണ്ടത്തരം ചെയ്തു. ഞാനത് ആർക്കോ കൊടുത്തു. ഒരു കരിനീല കുപ്പായും ഒരു ഇളനീല മിഡിയും ആയിരുന്നു അത്. അതിന്റെ ഫോട്ടോ ഉണ്ട്, പക്ഷെ ആ കുപ്പായ ഞാൻ കളയാൻ പാടില്ലായിരുന്നു. ഞാൻ അങ്ങനെ ആലോചിച്ചത്. ഫോട്ടോ അത് തപ്പി കമ്പ്യൂട്ടറിലും കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കളയാൻ ഉണ്ടെങ്കിൽ ഇടാം. അത് ഞാൻ ലാപ്പിൽ ഉണ്ടാറിയില്ല. ആ ഫോട്ടോ ഞാൻ ആ ഡ്രസ്സ് ഞാൻ കളയാൻ പാടില്ലായിരുന്നു. ഞാൻ ആർക്കോ കൊടുത്തു ആ ഡ്രസ്സ്. അല്ല, ഞാൻ ആലോചിച്ചു ഞാൻ എന്തുകൊണ്ട് ആ ഡ്രസ്സ് കളഞ്ഞു. അച്ഛ വായി തന്നൊരു സാധനം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എടുത്തു വെക്കാൻ ഒരു സാധനം അതന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്താ പറയാ, അതൊക്കെയാണ് കാര്യങ്ങൾ. അതെ,
അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ എന്താ പറയാ പാരന്റ്സിനെ കുറിച്ച് കുറെ ഓർമ്മകൾ ഉണ്ടാവും. ഓർമ്മകളില്ലേ നിങ്ങളുടെ കമന്റ് ചെയ്യാട്ടോ, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യൽ എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ ഓർമ്മകളൊക്കെ കമന്റ് ഉണ്ടെങ്കിൽ. ചെയ്യുക. അത് നമ്മൾ വായിച്ചിട്ട് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും അതെ അല്ലേ. അതെ അതെ. അപ്പോൾ ഈ ഒരു കുടുംബനാഥം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ കാക്കുന്നെ പരിചയപ്പെട്ട സമയത്ത് എന്നോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നാനുള്ള ഒരു ഘടകം അത് തന്നെ ആയിരുന്നില്ലേ? സത്യം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഫാക്ടർ അതായിരുന്നു അല്ലേ? അപ്പോ ഒരു കുടുംബനാഥം ഇല്ലാത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം നമുക്ക് എന്തൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇല്ലെങ്കിൽ അത് വലിയൊരു അല്ല സഹോദരനല്ല, ഇനിയിപ്പോ മാമന അമ്മായി മറ്റേ ആരുണ്ടായാലും കാര്യമില്ല. അതിപ്പോ അവർക്ക് ഒരു ഫാമിലി വേറെ ഉണ്ട്, അവർക്ക് കുറെ ചുറ്റുപാടുകളുണ്ട്. അപ്പോൾ സഹോദരിയുടെ മക്കളെ നോക്കാനോ അല്ലെങ്കിൽ കുറെ ഇല്ലാന്നല്ല, പക്ഷെ ഒരച്ഛൻ ഒരു കുട്ടിയെ നോക്കണ പോലെ അമ്മ സ്വന്തം കുട്ടിയെ നോക്കണ പോലെ ഒരാൾക്കും ചെയ്യാൻ പറ്റൂല. ഡയറക്റ്റ് രക്തബന്ധത്തിലുള്ള ഒരു ആളെ ഒരു പിന്നെ അപൂർവം ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷേ കൂടുതലും ഉണ്ടാവൂല. അപ്പൊ ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കട്ടെ. മക്കളൊക്കെ ഒന്ന് സെറ്റപ്പ് ആയി അല്ലെ, ഒരു സ്വന്തം കാലൊക്കെ നിന്നിട്ട്. ചിലപ്പോ ഈ ആക്സിഡന്റ് ന്യൂസുകളൊക്കെ കേൾക്കില്ല, ഒരു കുടുംബത്തിൽ എല്ലാവരും മരിച്ചു എന്നൊക്കെ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ സന്തോഷാണ്, കാരണം എല്ലാരും ഒരുമിച്ച് അങ്ങോട്ട് പോയല്ലോ, എല്ലാരും ഒരുമിച്ച് അങ്ങോട്ട് പോയല്ലോ, ഒരാൾ ബാക്കി വെക്കാണ്ടേ. അപ്പൊ ഗുഡ് നൈറ്റ് പറയാം. ഓക്കെ അല്ലേ. അപ്പോൾ അവളെ മൈൻഡിൽ നിന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തോളൂ. അപ്പോൾ നിങ്ങളെ നല്ല ഓർമ്മകളൊക്കെ സ്പെഷ്യൽ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അല്ലേ, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബൈ ബൈ.